എന്താ എന്താ രണ്ടാളും അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ? ഞാനൊരു അത്യാവശ്യത്തിന് വന്നതാ. എന്താ കാര്യം? പിന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കാശ് വേണം. ഇന്ദ്രനോട് ചോദിക്കാനൊന്നും പറ്റില്ല. അവനിപ്പോ നമ്മളെ ടൂറിനൊക്കെ കൊണ്ടുപോയി കുറെ കാശ് ചെലവാക്കിയതല്ലേ. അല്ല, അമ്മയ്ക്ക് എത്ര കാശാ വേണ്ടത്? അത് എനിക്കൊരു 50,000 രൂപ വേണം. ഇതാണോ കുറച്ച് കാശെന്ന് പറഞ്ഞത്? അമ്മ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ 50,000 രൂപയൊക്കെ ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് തരാനാ? അതിനുള്ള വരുമാനമൊന്നും ഇല്ല അമ്മേ. അതെ, ഇപ്പൊ തന്നെ ഞങ്ങളൊരു ട്രിപ്പ് ക്യാൻസൽ ആയ ടെൻഷനില്ല. 27,000 ഓട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ കൈവിട്ട് പോയത്. അതെ, ട്രാവൽസ് നടത്തുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ. ദേ, എനിക്ക് ഇപ്പൊ തന്നെ 50,000 എണ്ണി തരണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നാളെ കിട്ടിയാലും മതി, പക്ഷെ നാളെ തന്നെ കിട്ടണം. അമ്മ, അത് നീ ഒന്നും പറയേണ്ട സത്യ. ഞാൻ നിന്നോട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് നീ എനിക്ക് തരണം. അതിന്റെ ഗുണം നിനക്ക് ഭാവിയിൽ ഉണ്ടാവും വിചാരിച്ചോ? അല്ല, ഇത്ര പെട്ടെന്ന് 50,000 രൂപയുടെ ആവശ്യം എന്തെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, അമ്മയ്ക്ക് എന്താ ഇപ്പൊ പണത്തിന് ഇത്ര അത്യാവശ്യം? അത് തൽക്കാലം അതൊന്നും നിങ്ങൾ അറിയണ്ട. അല്ല, ഇനിയിപ്പോ ആവശ്യം എന്താന്ന് അറിഞ്ഞാലും നിങ്ങൾ എനിക്ക് കാശ് തരത്തുള്ളൂ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ല പിന്നെ ഞാനങ്ങ് പോവാ. പിന്നെ കാശ് ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ചോളാം. വീട്ടിൽ അതിന്റെ ചർച്ച വേണ്ട. മനസ്സിലായല്ലോ? ശ്യാമേ, ഇത് അമ്മയുടെ പുതിയ കളിയാ ശ്യാം. ഈ 50,000 രൂപ കാര്യമായ എന്തോ ആവശ്യത്തിനുള്ളതാ. അതെന്താണെന്ന് കണ്ടുപിടിക്കണം സത്യ.